എല്ലാവർക്കും പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എഗ് ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ചിക്കൻ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള ഒരു റൈസാണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എഗ്ഗിൻ്റെ അതിൻ്റെ സ്ക്രാമ്പിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട നന്നായിട്ട് പൊടിച്ച് പൊടിയാക്കി എടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് തന്നെ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ഒരുപാട് ഡ്രൈ ആയി പോകണ്ട. ഈ ഒരു പാകത്തിന് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ബസ്മതി റൈസാണ്. അത് നന്നായിട്ട് വേവിച്ച് ഊറ്റി തണുത്തിരിക്കുന്നതാണ്. ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിങ് എളുപ്പമായിരിക്കും. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ചൂടുകട്ടിയുള്ളൊരു പാത്രം, നല്ല വിസ്താരമുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 3 ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടു. ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് സവാള 1 ടീസ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കുറഞ്ഞ അളവാണ് കേട്ടോ. ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ്, ബീൻസ്, ഇത് 3ഉം ഓരോ ടേബിൾ സ്പൂണാണുള്ളത്. ക്യാബേജ് 2 ടേബിൾ സ്പൂണാണുള്ളത്. കുറച്ചധികം എടുത്തിട്ടുണ്ട് ക്യാബേജ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ. മൂടി വെച്ചൊന്നും വേവിക്കൊന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ക്യൂബാണ് മാഗിയുടെ, അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ടേസ്റ്റാണ്. 1 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സോയാ സോസ് 1 ടീസ്പൂണും പിന്നെ കുറഞ്ഞ അളവിൽ ഉപ്പ്, പഞ്ചസാര 1 ടീസ്പൂൺ, വിനാഗിരി 1 ടീസ്പൂൺ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ടതിനെ കൊണ്ട് മുട്ടയിൽ ഇട്ട് കൊടുക്കുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അത് കുറേശ്ശെ ഇട്ട് കൊടുക്കണേ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഈ റൈസ് പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞൊരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ അതേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റൈസൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഫ്രൈഡ് ആയിട്ട് തന്നെ വരണം, അപ്പോഴേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുവരെ നമ്മൾ നന്നായിട്ട് അത്യാവശ്യം ഫ്ലെയിമിൽ തന്നെ, ഹൈ ഫ്ലെയിമിൽ ഇനി പറ്റി പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സെലറിയും സ്പ്രിംഗ് ഒനിയനും അത് 2ഉം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചേർക്കുമ്പം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഞാനിവിടെ റൈസ് തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ബസ്മതി റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിങ് എളുപ്പമായിരുന്നു. അപ്പോൾ സിമ്പിളാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, ടേസ്റ്റുമാണ്, കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൽ വെജിറ്റബിൾ കുറച്ച് മതി കേട്ടോ. എഗ്ഗിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് വെജിറ്റബിൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അരി വേവിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, ഒരുപാട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യരുത്. ഇല്ലെങ്കിൽ ഇതേപോലെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടില്ല, ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യണേ. അതിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും അതുപോലെ തന്നെ സെലറിയും ഇത് 2ഉം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റി ഈസി റൈസാണ്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.